once again, welcome to my channel. ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലെ എൻ്റെ വീട്ടിലാണ്. വോട്ട് ചെയ്യാനായിട്ട് 2 ദിവസം വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തു വന്നതാണ്. പക്ഷേ വീട്ടിൽ കുറച്ച് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് ഉണ്ടായി. മീൻസ് ഞങ്ങൾക്കൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു, ലാബ്രഡോർ. ടെനി എന്നായിരുന്നു പേര്. സോ ഷീ പാസ്ഡ് അവേ. സോ അതിൻ്റെ ഒരു വിഷമത്തിൽ നിന്ന് ഒക്കെ വീട്ടിലെല്ലാവരും ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ടും എനിക്ക് വർക്ക് ഓഫ് ആയതുകൊണ്ടും ഞാനൊരു ഡ്രൈവൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7-7:30 ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം റഷൊന്നും ഇല്ലാതെ നൈസായിട്ടൊന്ന് അതിരപ്പള്ളി റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടും. ആദ്യമായിട്ടൊന്നല്ല അതിരപ്പള്ളി റൂട്ട് ഇങ്ങനെ പോണേ, സ്ഥിരം പോകാറുള്ള റൂട്ടാണ്. പക്ഷേ അതൊരു വല്ലാത്തൊരു കാമിങ് എഫക്റ്റ് മനസ്സിന് തരാറുണ്ട് ആ റൂട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഈ റഷ് ഇല്ലാത്തൊരു സമയത്തൊക്കെ. പോണ വഴിക്ക് ചുമ്മാ ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് 2-3 പേരെ വെറുതെ വിളിച്ചതാണ്. പക്ഷെ എല്ലാവരും എണീറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ശനിയാഴ്ചയാണ്, ഒരുവിധം എല്ലാവർക്കും വർക്കൊക്കെ ഓഫാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കിടന്നുറങ്ങാമെന്ന് പറയുന്നത് അവർ ചെയ്യുന്ന തെറ്റൊന്നുമല്ല, അവരെ വിളിച്ചെണീപ്പിക്കുന്നത് എൻ്റെ കഴപ്പ്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച ഒരു ഡ്രൈവ് 2-3 തന്നെ കുത്തിപ്പൊക്കി കാറിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് 4 പേരായിട്ട് പോകാൻ തുടങ്ങി. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരിൽ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ യുവമാർക്ക് ചായ വീട്ടിൽ വെച്ച് കുടിച്ചാൽ പോരെയെന്ന്. ഓരോ വീട്ടിൽ ചെന്ന് ഞാൻ ഓരോരുത്തരെ പിക്ക് ചെയ്തപ്പോഴും അവിടുത്തെ അമ്മമാരും ഉമ്മമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വീട്ടിൽ കയറിക്ക് ചായ ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. പക്ഷെ അതിലൊരു ത്രില്ലില്ല. അങ്ങനെ ഈ ഇപ്പം ഇറങ്ങിയേക്കുന്ന സിനിമാ കഥകളും പിന്നെ നാട്ടിലെ കഥകളും ചെറിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ ആ ഡ്രൈവ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ ചായ സ്പോട്ടിലേക്ക്. ചായ സ്പോട്ട് എന്ന് പറയുന്നത് വേറെ എവിടെയല്ല, അതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാലമുണ്ട്. ആ പാലം തുടങ്ങുന്ന സ്ഥലത്ത് കുറച്ച് കടകളുണ്ട്, ചെറിയ കടകളാണ്. അവിടേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ചായ കുടിക്കാൻ. ഈ സ്ഥലം ഒരുവിധ അതിരപ്പള്ളി പോയേക്കണവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. തുമ്പൂർമൊഴി ബട്ടർഫ്ലൈ ഗാർഡൻസ്. എനിക്ക് തോന്നുന്നത് അവിടെ ഗേറ്റ് തുറന്നിട്ടുണ്ടായില്ല, അതാണ് പുറത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും കണ്ണുകൾ ഈ തോട്ടങ്ങളിലേക്കും പ്ലാന്റേഷനുകളിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം വല്ല ആനകളെയും കണ്ടാലോ. നമ്മളീ പറഞ്ഞ സ്പോട്ട് എത്തിയായിരുന്നു കേട്ടോ. പക്ഷേ ചെറുതായിട്ട് പ്ലാനൊന്ന് പൂഞ്ചി, കടകളൊന്നും തുറന്നിട്ടില്ല. മിക്കവാറും ഈ LPGയുടെയും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇപ്പോഴും ചെറുതായിട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ കൂട്ടത്തിലുള്ള അരവിന്ദ് പറഞ്ഞു, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സജഷൻ വന്നു, നമുക്ക് ചായ മാത്രമാക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റും തട്ടിയേക്കാം. വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അരവിന്ദ് പറഞ്ഞു, നമുക്ക് മുന്നോട്ട് പോയിട്ട് അതിരപ്പള്ളിയുടെ അടുത്ത് നിന്ന് അതിരപ്പള്ളി കാണാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്, അവിടെ ചുമ്മാ പോയിട്ട് വരാമെന്ന്. അങ്ങനെ അരവിന്ദ് പറഞ്ഞ സ്പോട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തി പുഴയുടെ സൈഡിലേക്കൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പുഴയിലധികം വെള്ളമൊന്നുമില്ല, കാരണം നല്ല ചൂടാണ് നാട്ടിൽ. ചെറിയ ചൂടൊന്നുമല്ല, നല്ല ചൂടാണ്. അങ്ങനെ ഈ വഴികാട്ടിയുടെ വാക്കും കേട്ട് ഞങ്ങൾ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടാനായിട്ട് മുന്നിലേക്ക് നടന്നു. പക്ഷെ മച്ചാൻ കൊണ്ടുപോയ സ്പോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കൊടും വേനലായതുകൊണ്ട് ആ ഒരു ചൂടിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മഴയും കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു അസൽ വ്യൂ കിട്ടിയാണ് അതിരപ്പള്ളിയുടെ ഇവിടെ നിന്ന്. കേരളത്തിൽ കടുത്ത വേനലായതുകൊണ്ടും പുഴയിൽ വെള്ളമില്ലാത്തതുകൊണ്ടും അതിരപ്പള്ളി ഇങ്ങനെ ശോഷിച്ചൊഴുകണ കണ്ടിട്ട് നിങ്ങളാരും ടെൻഷൻ ആവണ്ട കേട്ടോ, കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇതല്ല ഇവൻ്റെ തനി സ്വഭാവമെന്ന്. മഴക്കാലം ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരപ്പള്ളീനെ ഇങ്ങനെ അഗ്രസീവായിട്ട് കാണാനായിട്ടും എത്രയും പെട്ടെന്ന് നല്ല മഴ കേരളത്തിൽ പെയ്യാനായിട്ടും നമുക്കും കാത്തിരിക്കാം. ടിൽ ദെൻ, ബൈ ബൈ.